ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മത്തി ഫ്രൈ ചെയ്തെടുക്കുന്ന കേട്ടോ. സ്പെഷ്യൽ മസാല ചേർത്തിട്ട് മത്തി എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മത്തി ഞാനിത് ഒരു 1/2 കിലോ മത്തി കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്കുള്ള മസാല ഇനി തയ്യാറാക്കണം. അത് ഇനി കാണിക്കാം കേട്ടോ. മസാല സ്പെഷ്യലായിട്ടുള്ള മസാലയാണേ. അപ്പോൾ മീനിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 സ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചില്ലി പേസ്റ്റ് 2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. നന്നായി ഫൈനായിട്ട് അരയണം കേട്ടോ. ഈ അരച്ചെടുക്കുമ്പോൾ സമയത്ത് ഞാൻ ഇതിലേക്ക് 2 സ്പൂണോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ വെള്ളവും 2 സ്പൂണ് വെള്ളവും 1 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു വരും കേട്ടോ. അതിന് വേണ്ടി വെളിച്ചെണ്ണ ചേർക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാം നമ്മുടെ മിക്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൂട്ട് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് മീനിൽ പരത്തി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിലേതൊക്കെയാണെന്ന് പറയാം. ഇതിലേക്ക് 2 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മുളക് പൊടി. ഇതിൽ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂണോളം നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുനാരങ്ങയുടെ നീര് പകുതി ചെറുനാരങ്ങ എടുത്താൽ മതി. നീര് നന്നായി പിഴിഞ്ഞ് വെച്ച ശേഷം പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് കൃത്യമായ അളവൊന്നുമില്ല, അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് മീനിൽ പരട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 15 മിനിറ്റ് വെക്കണം. 15 മിനിറ്റ് ശേഷം നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മീനിലേക്ക് ഞാൻ പരട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നായി മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് വറക്കാൻ പറ്റുള്ളൂ. അതായത് 15 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇതിൻ്റെ മസാലയും ഇത് ഉപ്പും എല്ലാം ഇതിലേക്ക് പിടിക്കും. ഏറ്റവും കുറവ് 15 മിനിറ്റ്. ഇതിന് കൂടുതൽ നേരം നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ മീൻ വറുത്തെടുക്കാനായിട്ട് ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഡീപ്പ് ഫ്രൈ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടോ. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ മസാലകളൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് വെളിച്ചെണ്ണയിൽ. അപ്പോൾ അങ്ങനെ വേണ്ട. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ വറുക്കുന്നതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇലയൊന്ന് വാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ അടിപൊളിയാണ്. നന്നായി മൊരിഞ്ഞ് വരണം. നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. പതിയെ മറച്ചിട്ട് കൊടുക്കണേ. നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മീനും മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായി മൊരിവ് അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മൊരിവ് നോക്കി കിട്ടാൽ മതി. വേപ്പിലയുടെ ആ സ്മെല്ലും ഒക്കെ മീനിലേക്ക് അങ്ങനെ ഇറങ്ങും. നമ്മുടെ മീൻ നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇട്ട് വറക്കാം കേട്ടോ. മീൻ വറുത്തിട്ട് ബാക്കി വരുന്ന ഈ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ സവോളയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഓയിലിലേക്ക് ഞാൻ സവോളയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് മീനും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അധികം കരിയിക്കണ്ട. ഇപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത് ശരിയായി വെച്ചിരുന്ന മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയും കൂടി ഒന്ന് ചെറുതായി മിക്സ് ആക്കി എടുക്കുക.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ആ എണ്ണയൊക്കെ അതിൽ പിടിച്ചിട്ട് പച്ചമുളകിൻ്റെയും വേപ്പിലയുടെയും ഒക്കെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ അടിപൊളിയായിട്ട് നന്നായി വറുത്ത് മൊരിച്ചെടുത്തിരിക്കുന്ന കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.